സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. നാളെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയുമാണ്. ഇവരുമായി തിരുവനന്തപുരത്ത് നിന്നും അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, സംസ്ഥാനത്ത് മഴ കനക്കും, മഴയ്ക്ക് ശമനമില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കാൻ തന്നെയാണ് സാധ്യത. ഒപ്പം കാലവർഷവും ഈ മാസം അവസാനത്തോടെ എത്താൻ തന്നെയാണ് സാധ്യത. കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പും അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശവും ഇത്തരത്തിലാണ്. മഴയുടെ വാർത്ത പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. മഴ പോലെ നല്ല മധുരമായ, ആർക്കും പ്രശ്നമില്ലാതെ നല്ല സ്നേഹത്തോടെ KPക്ക് ഒരു പിറന്നാളും കൂടി ഞാൻ ആശംസിക്കുന്നുണ്ട്. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. എന്തായാലും സംസ്ഥാനത്ത് അതീവ ജാഗ്രതയോടെ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. KP സംസ്ഥാനത്ത് ഇന്നും സംസ്ഥാനത്ത് ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പായുള്ളത്. 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നാളെയും 3 ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മധ്യ കേരളത്തിൽ തന്നെയാണ് ഉള്ളത്. ബംഗാൾ ഉൾക്കടലിന്റെ മുകളിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം അത് അതീവ മഴയായി, അത് ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിലൊക്കെ തന്നെ അതീവ ശക്തമാർന്ന മഴ സംസ്ഥാനത്തുണ്ടാകും, ഒരു കാലവർഷം ഉണ്ടാകും എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. തീരദേശത്ത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ തിരുവനന്തപുരം പോലുള്ള പ്രദേശങ്ങളിൽ, പൊഴിയൂർ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കടൽ തിരമാലകൾ ഉണ്ടാവുകയും അത് വലിയ നാശനഷ്ടം, വീടുകളിലേക്ക് പോലും അടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തോതിലാണ് കടൽ പ്രക്ഷോഭം ഉണ്ടാകാനുള്ള, ഉയർന്ന തിരമാല അടക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യത സമുദ്ര പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പായി നൽകുന്നത്. എന്തായാലും സംസ്ഥാനം അതീവ ജാഗ്രതയോടെ പോകണം എന്ന് തന്നെയാണ് ദുരന്ത അതോറിറ്റിയും അതുപോലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പായി നൽകുന്നത്. കാരണം മലയോര പ്രദേശങ്ങളിലെ യാത്ര, രാത്രികാലങ്ങളിലെ യാത്ര, മത്സ്യബന്ധനം എന്നിവയ്ക്കൊക്കെ തന്നെ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന ഒരു നിർദ്ദേശം കൂടി സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. കാരണം സംസ്ഥാനത്ത് ഏത് നിമിഷം വേണമെങ്കിലും യെല്ലോ അലർട്ട് മാറി അത് റെഡ് അലേർട്ടിലേക്ക് മഴ കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. KP, അതായത് അഖിൽ, ഈ വേനൽ മഴ ഇങ്ങനെ ശക്തിയോടെ പെയ്യുമ്പോൾ കാലവർഷം വരെ, അല്ലെങ്കിൽ കാലവർഷം ഈ മാസം അവസാനത്തോടെ എത്തും. അതായത് ഇനി വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളടക്കം ചർച്ച ചെയ്ത ഒരു വസ്തുത കൂടി ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ കാലവർഷം ഇങ്ങനെ ശക്തി പ്രാപിക്കുമ്പോൾ, വേനൽ മഴ കാലവർഷത്തിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ എന്തൊക്കെ മുൻകരുതൽ നടപടികൾ സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിച്ചു എന്നൊരു ശ്രദ്ധേയമായൊരു ചോദ്യമല്ലേ. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ വഞ്ചിയൂരിലെ സംഭവങ്ങളടക്കം നമ്മൾ കണ്ടു. കാരണം യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ല, യാതൊരു തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത്രത്തോളം ദുരിതമനുഭവിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ അവസ്ഥയറിയാം. ഒരു മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. ഇനിയിപ്പോൾ അതിശക്തമായ മഴയിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ യാത്ര, ജനങ്ങളുടെ ജീവിതം അത്രത്തോളം ദുസ്സഹമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, അല്ലേ? KP, എന്തായാലും കാലവർഷത്തിലേക്ക് കാലെടുത്തു വെച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 29, 30, 31 തീയതികളിലായിരിക്കും അതീവ ശക്തമാർന്ന കാലവർഷ മഴ സംസ്ഥാനത്ത് ഉണ്ടാകാൻ സാധ്യതയെന്ന് നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകിയതാണ്. കാരണം ഇന്ന് 25-ആണ് തീയതി. അപ്പോൾ 5 ദിവസം കൂടി കഴിയുമ്പോഴേക്കും സംസ്ഥാനത്ത് അതീവ മഴയിലേക്കായിരിക്കും, ശക്തിയാർന്ന മഴയിലേക്കായിരിക്കും പോവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. KP സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ഉടനീളം, അത് തിരുവനന്തപുരം മാത്രമല്ല, അത് കൊച്ചിയായാലും കോഴിക്കോടായാലും പല ജില്ലകളും, പാലക്കാട് അടക്കമുള്ള ജില്ലകളിലൊക്കെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പല വിധത്തിലാണ്. തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടാണ് എന്നുണ്ടെങ്കിൽ കൊച്ചി പോലുള്ള മെട്രോ നഗരങ്ങളും വെള്ളത്തിനടിയിലാണ്. പല സ്ഥലങ്ങളിലും ഒക്കെ തന്നെ കാർഷിക വിളകൾക്ക് പോലും നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട്. ഇത് കാലക്രമേണമായി ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ ഒരു മഴ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സർക്കാർ ചെയ്യേണ്ട ചില ക്രമീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടാകാതെ പോയതിന്റെ പരിണിത ഫലം കൂടിയുണ്ട്. കാരണം ജൂൺ 3 സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനിയുള്ളത് 8 ദിവസം മാത്രമാണ് സ്കൂൾ തുറക്കാനുള്ളത്.
സംസ്ഥാനത്തെ സ്കൂളുകളിലൊക്കെ തന്നെ ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ, സ്കൂളുകളിലേക്ക് ബാക്ക് ടു സ്കൂൾ പരിപാടി ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ചില വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ ചില യുവജന സംഘടനകളും ഒക്കെ തന്നെ സ്കൂളുകൾ വൃത്തിയാക്കുകയും ക്ലാസ് മുറികൾ വൃത്തിയാക്കുകയും ഒഴിച്ചാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള പരിപാടിയാണ് നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇന്നാണ് സംസ്ഥാനത്ത് സ്കൂളുകളുടെ ശുചീകരണ പ്രവർത്തനവുമായി സർക്കാർ നടത്തുന്ന ശുചീകരണ യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ 9 മണിയോടുകൂടി കരമന ബോയ്സ് സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും എന്ന് അറിയിച്ചിട്ടുള്ളത്. കാരണം മഴക്കെടുതികൾ ആരംഭിച്ചു, മഴ ശക്തമായി സംസ്ഥാനത്ത് പെയ്യുന്നുണ്ട്, പല സ്കൂളുകളിലും അതൊക്കെ തന്നെ അത് ബാധിച്ചിട്ടുണ്ട്, പല സ്കൂളുകളും ഒക്കെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആ തരത്തിൽ നിൽക്കുന്ന സമയത്താണ് ഒരു ശുചീകരണ പ്രവർത്തനത്തിന് സർക്കാർ തയ്യാറാകുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം തന്നെ KP സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന മഴക്കെടുതികളുണ്ട്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യാനെത്തുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ CPM പ്രവർത്തകർ നടത്തുന്ന അക്രമങ്ങളുണ്ട്. അത് എല്ലാം തന്നെ ഒരു വശത്ത് നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും തിരുവനന്തപുരം നഗരത്തിൽ ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ അതീവ ശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. അതായത് അമ്പൂരി പോലുള്ള, പൊന്മുടി പോലുള്ള, വിതുര പോലുള്ള മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ ജാഗ്രത പുലർത്തണം, മണ്ണിടിച്ചിലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും ഈ ദുരന്ത അതോറിറ്റി ഒക്കെ തന്നെ നിർദ്ദേശമായി നൽകുന്നത്. KP ഇതിലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് സംസ്ഥാനം. വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അഖിൽ പാലോട്ടമിടമാണ് വിശദാംശങ്ങൾ നൽകിയത്.